സോഷ്യൽ മീഡിയയിൽ ഈയിടെയായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു കൂട്ടം പെൻഗ്വിനുകൾ ഇങ്ങനെ നടന്നു പോവാണ്. അതിൽ നിന്ന് ഒരു പെൻഗ്വിൻ മാത്രം അവരിൽ നിന്ന് മാറിയിട്ട് ഒരു മൗണ്ടൈനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ്. ഈ വീഡിയോയും നമ്മുടെ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പലപ്പോഴും പലരും വാശി പിടിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ ഒരുപോലെ പഠിച്ചു കാണണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഓരോ കുട്ടിക്കും അവൻ്റെ പാഠഭാഗങ്ങളായിക്കോട്ടെ എന്തും തന്നെ പഠിച്ചെടുക്കാനായിട്ട് വ്യത്യസ്തമായ സമയം ആവശ്യമായിരിക്കും. അതിനർത്ഥം അവൻ മെല്ലെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ വളരെ വീക്കാണെന്നോ അവൻ വളരെ സ്ലോ ആണെന്നോ ഒന്നുമല്ല. അവന് അനുയോജ്യമെന്ന്, അതായത് അവന് പഠിക്കാൻ അവൻ അനുയോജ്യമെന്ന് തിരഞ്ഞെടുക്കുന്ന വഴികൾ വ്യത്യസ്തമായതിനാലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അവൻ നിൽക്കുമ്പോൾ നമ്മൾ പോയിട്ട് അവനെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് അവനെ കൂടുതൽ ഹേർട്ട് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അവന് അവൻ്റെ ലക്ഷ്യത്തെ, അവന് പോകേണ്ട വഴിയെ അവൻ ഇഷ്ടത്തോടെ പിന്തുടരുകയും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുകയും തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കമ്പാരിസണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരാതെ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. അവർക്ക് വേണ്ടത് പേഴ്സണൽ അറ്റൻഷനാണ്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ക്ഷമയാണ്. ആ ക്ഷമയോടുകൂടി നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവർ തീർച്ചയായും അവരുടെ ലക്ഷ്യത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതായത് ആ കുട്ടികളെല്ലാവരും അവരുടേതായ പേസിൽ പഠിക്കട്ടെ. ലെറ്റ് ദ ചിൽഡ്രൻ ലേൺ അറ്റ് ദെയർ ഓൺ പേസ്.